ഹലോ ഫ്രണ്ട്സ്, പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മലബാറുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല മുരിഞ്ഞ നെയ്പത്തലും ബീഫ് കറിയും. ആഹാ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. കുറച്ച് തേങ്ങ വേണം, പിന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് കുറച്ചുകൂടെ നല്ലത്, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ അരിയാണ്. നമ്മൾ പുഴുങ്ങലരി, നിങ്ങൾക്ക് റേഷൻ അരി വേണമെങ്കിൽ അത് എടുക്കുക, പച്ചരി എടുക്കരുത്. അപ്പോൾ പുഴുങ്ങലരി നല്ല തിളച്ച വെള്ളത്തിൽ പുതിർത്തി വെക്കുക, എന്നിട്ട് നന്നായി കഴുകിയിട്ട് എടുക്കുക. കുറച്ച് നേരം പുതിർത്തി വെക്കണം. അപ്പോൾ ഞാനിവിടെ പുതിർത്തി വെച്ച അരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടാൽ കുഴപ്പമില്ല. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം അരക്കാൻ. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് അരച്ചു കൊടുക്കുക. പിന്നെ ഓവർ അരഞ്ഞു പോകരുത്. നമ്മൾ നെയ്പത്തിൽ ഉണ്ടാക്കുമ്പം അതിങ്ങനെ നല്ല മുരിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റ് വരണമെങ്കിൽ അരി പകുതി കടിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അരക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, ഓവർ അരഞ്ഞു പോകാതെ കുറച്ച് അരി ആയിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക. ഞാൻ നേരത്തെ കല്ലുമ്മക്കായിൻ്റെ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്പത്തിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഓവർ അരിഞ്ഞു പോകാതെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നിങ്ങൾ അരപ്പ് നിർത്തിയിട്ട് മാറ്റി വെക്കുക, എന്നിട്ട് കുറച്ചായിട്ട് ബാക്കിയെല്ലാം അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അരിയെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ തരിതരി പോലെ കാണണം, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, അരി അരക്കുമ്പോൾ ഓവർ അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നെയ്പത്തിൽ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച മാവിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ബൗൾ പോലെ ആക്കിയിട്ട് ജസ്റ്റ് കൈയിൻ്റെ അടിഭാഗം കൊണ്ട് സൈഡ് ഭാഗം കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരു ഷേപ്പിലാകുന്ന രീതിയിൽ, നമ്മൾ വിരലിൻ്റെ അടയാളം വരാത്ത രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് അമർത്തിയിട്ടുള്ളത്. നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ പൊന്തി വരും. ഇപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ടിട്ട് അപ്പുറഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. നല്ല മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ അരപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പം അരി കടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൊരിച്ചെടുക്കുന്നതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അരി ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. എന്നാലേ നമ്മൾ നെയ്പത്തലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ തന്നെ നല്ല ബീഫ് കറീൻ്റെ കൂടെയൊക്കെ കഴിക്കണം, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.